വ്യാഴാഴ്ച ആരംഭിക്കാനിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK സന്ദർശനം ഭാരതത്തിന് നേട്ടമാകുന്നത് എങ്ങനെയൊക്കെ? സന്ദർശന വേളയിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാർ തന്നെയാണ് ഹൈലൈറ്റ്. കരാർ നിലവിൽ വരുന്നതോടെ വിസ്കി, കാറുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, തുണിത്തരങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കും മേഖലകൾക്കും പ്രയോജനം ലഭിക്കുമെന്നാണ് സൂചനകൾ. കേന്ദ്ര മന്ത്രിസഭ ഇതിനകം തന്നെ കരാറിന് അംഗീകാരം നൽകിയതായി റിപ്പോർട്ടുണ്ട്. 2030 ആകുമ്പോഴേക്കും FTA ഉഭയകക്ഷി വ്യാപാരം നിലവിലെ $60 ബില്യൺ നിന്ന് ഇരട്ടിയാക്കും എന്നാണ് ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നത്. ഒരു പ്രധാന സവിശേഷത പറയുകയാണെങ്കിൽ ഇരട്ട സംഭാവന കൺവെൻഷൻ പ്രകാരം UK-യിലെ ഇന്ത്യൻ തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷാ സംഭാവനകളിൽ നിന്ന് 3 വർഷത്തെ ഇളവ് ലഭിക്കും എന്നതാണ്. UK-യിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാറുകളുടെ തീരുവ നിലവിലെ 100% നിന്ന് 10% ഇന്ത്യ കുറയ്ക്കും. എന്നാൽ അതിനൊരു ക്വാട്ട സംവിധാനം ഉണ്ടായിരിക്കും. അതായത് കുറഞ്ഞ തീരുവ പരിമിതമായ എണ്ണം ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് മാത്രമേ ബാധകമാകൂ. കരാർ അനുസരിച്ച് ഈ എണ്ണം ക്രമേണ ഉദാരവൽക്കരിക്കും. ആസ്റ്റൺ മാർട്ടിൻ, ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള ജാഗ്വാർ ലാൻഡ് റോവർ എന്നിവയ്ക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. UK ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ലഘൂകരിക്കുന്നതിന് പകരമായി ഇന്ത്യൻ നിർമ്മാതാക്കളുടെ ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ബ്രിട്ടീഷ് വിപണിയിൽ പ്രവേശനം ലഭിക്കും. ഇതും ഒരു ക്വാട്ട സംവിധാനത്തിന് കീഴിലായിരിക്കും. ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ഇലക്ട്രിക് തുടങ്ങിയ നിർമ്മാതാക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചേക്കാം. ബിസിനസ് ആവശ്യങ്ങൾക്കായി സന്ദർശിക്കുന്നവർക്കും കരാർ അടിസ്ഥാനത്തിൽ സേവനം നൽകുന്നവർക്കും, യോഗ പരിശീലകർ, ഷെഫുമാർ, സംഗീതജ്ഞർ എന്നിവർക്കും UK-യിൽ താൽക്കാലികമായി താമസിക്കുന്നതിനുള്ള അനുമതി കിട്ടിയേക്കും. UK-യിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളികളെയും അവരുടെ തൊഴിലുടമകളെ 3 വർഷത്തേക്ക് UK-യിലെ സാമൂഹിക സുരക്ഷാ വിഹിതം അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. വെൽഡൺ ഇന്ത്യ, അതുപോലെ അരവിന്ദ്, റെയ്മണ്ട്, വർദ്ധമൻ തുടങ്ങിയ ഇന്ത്യൻ ടെക്സ്റ്റൈൽ വസ്ത്ര നിർമ്മാതാക്കൾക്ക് UK-യിലേക്കുള്ള കയറ്റുമതിക്ക് തീരുവയില്ലാത്ത പ്രവേശനം ലഭിച്ചാൽ പ്രയോജനകരമാകുമെന്നും റിപ്പോർട്ടുണ്ട്. ബാറ്റർ, റിലാക്സോ തുടങ്ങിയ പാദരക്ഷാ നിർമ്മാതാക്കൾക്കും UK വിപണിയിൽ എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കും. പാർലമെന്റിന്റെ അംഗീകാരവും ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരവും ഇതിന് ആവശ്യമാണ്. ഇത് 1 വർഷത്തിനുള്ളിൽ ലഭിക്കും എന്നാണ് പ്രതീക്ഷ. കരാർ പ്രകാരം ബ്രിട്ടനിലേക്കുള്ള 99% ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഒഴിവാകുമെന്നും ഇത് വലിയ ഒരു നേട്ടമുണ്ടാക്കും എന്നുമാണ് ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയം അറിയിക്കുന്നത്. ബ്രിട്ടന്റെ 90% ഉൽപ്പന്നങ്ങൾക്കും തീരുവ കുറയും. ഇന്ത്യയിൽ നിന്ന് തുണിത്തരങ്ങൾ, പാദരക്ഷകൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, വാഹന ഘടകങ്ങൾ എന്നിവയ്ക്ക് നിലവിലെ 4 മുതൽ 16% വരെയുള്ള തീരുവ അത് പൂർണ്ണമായും ഒഴിവാകാൻ സാധ്യതയുണ്ട്. കരാർ നിലവിൽ വരുന്നതോടെ സ്കോച്ച് വിസ്കിയുടെ ഇറക്കുമതി ചുങ്കം 150% നിന്ന് 75% കുറയും. അടുത്ത ദശാബ്ദത്തിനുള്ളിൽ ഇത് 40% കുറയും. തന്ത്രപ്രധാനമല്ലാത്ത സർക്കാർ ടെൻഡറുകളിൽ ബ്രിട്ടീഷ് കമ്പനികൾക്ക് ഇന്ത്യയുടെ അനുമതി ലഭിക്കും. ഇതിന്റെ പരിധി 200 കോടി രൂപ ആയിരിക്കും. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും പ്രധാനമന്ത്രി മോദിയെ അക്കമ്പനി ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രിയായ ശേഷം UK-യിലേക്കുള്ള മോദിയുടെ 4ാമത്തെ സന്ദർശനമാണിത്. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായും വ്യവസായ പ്രമുഖരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിലെ ദക്ഷിണേഷ്യയുടെ ഡെപ്യൂട്ടി ട്രേഡ് കമ്മീഷണർ അന്ന ഷോട്ട് ബോൾട്ട് പറയുന്നത് പ്രകാരം കരാർ വാർഷിക ഉഭയകക്ഷി വ്യാപാരം €25.5 ബില്യൺ വർദ്ധിപ്പിക്കുമെന്നാണ്. ഇത് താരിഫുകളെ കുറിച്ച് മാത്രമല്ല പല വ്യവസായങ്ങൾക്കും ഗുണം ചെയ്യുന്ന ഒരു നിർണായക വശമാണ്. എന്തായാലും 4ാമത്തെ സന്ദർശനത്തിൽ നരേന്ദ്രമോദി ഭാരതത്തിന് നേട്ടമുണ്ടാകുന്ന കൂടുതൽ കാര്യങ്ങളുമായി മടങ്ങിവരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ പറയേണ്ടുന്ന കാര്യം, പലപ്പോഴും വിദേശ യാത്രയുടെ പേരിൽ, വിദേശ സന്ദർശനങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ പഴി കേട്ടിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് നരേന്ദ്രമോദി. പക്ഷെ അദ്ദേഹത്തിന്റെ ഓരോ വിദേശ സന്ദർശനവും ഭാരതത്തിന് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ മാറ്റിയെടുക്കുന്നതിന് അദ്ദേഹത്തിനുള്ള കഴിവ് ഇതുവരെ ഭാരതം ഭരിച്ച ഒരു പ്രധാനമന്ത്രിക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന ഒന്നാണ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.